ആ ചന്ദ്രേട്ടൻ. യെസ്. പറയണമെന്ന് പലതവണ മനസ്സിൽ വിചാരിച്ചാണ്. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ഇറ്റ് ടു സൗണ്ട് ഓക്വേർഡ്. ഇതുപോലെയുള്ള യാത്രകൾ പതിവാണെങ്കിലും മുൻപൊരിക്കലും ഇതുപോലൊരവസ്ഥയിൽ ഇവിടം വിട്ട് നിന്നിട്ടില്ല ഞാൻ. യു മീൻ കിഷൻ ഭട്ട? യെസ്. ഞാനിങ്ങനെ സ്ഥലത്തില്ലാന്നറിയുമ്പോൾ പുതിയതെന്തെങ്കിലും ഒരു ദുർബുദ്ധിക്ക് ശ്രമിച്ചുകൂടാന്നില്ല അവൻ. നത്തിങ്. ഇനി അവൻ ഒന്നിനും ധൈര്യപ്പെടാൻ പോലില്ല രവി. ഹി ഹാസ് ഹാഡ് ഇറ്റ്. ആ ഭാഗത്തുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഞാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷിക്കണം ചന്ദ്രേട്ടൻ, എൻ്റെ ആബ്സൻസിൽ പ്രത്യേകിച്ചും. ഇനി ഒരിക്കൽ കൂടി ചതിവ് പറ്റാൻ പാടില്ല ചന്ദ്രേട്ടൻ. ഇല്ല രവി, ഐ വിൽ ബി കെയർഫുൾ. ഗുഡ്. ഞാൻ തിരിച്ചെത്തുന്നവരെ അമ്മ അടക്കം എല്ലാത്തിൻ്റെയും സേഫ്റ്റി ചന്ദ്രേട്ടൻ്റെ കയ്യിലാണ്. ഓർമ്മയുണ്ടല്ലോ? രവി, ഉറപ്പ്. യു ക്യാൻ ട്രസ്റ്റ് മീ. ചിയേഴ്സ്. താങ്ക്സ്. നീ വെയിറ്റ് ചെയ്താൽ മതി അറസ്റ്റ് പ്ലീസ്. ആലീസ്, എവിടെ ആലീസ്? ഇത്തിരി ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അവള്. ഇപ്പഴിങ്ങ എത്തും. പതിവാക്കത്. അല്ല, ഇതെന്താ നീ എങ്ങനെ ഇതൊക്കെ ആയിട്ട്? ഏയ്, ജസ്റ്റ് ഹെൽപ്പിംഗ് ആലിസ്. യാത്രയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ അവള് പോയിരിക്കുന്നത്. ഓഫീസിൽ നിന്ന് ലേന വരും. അവൾക്കെതിരെ ഈ പണികളൊക്കെ. ചുമ്മാ നീ വെറുതെ ബുദ്ധിമുട്ടല്ലേ. അതിനിപ്പോ ആര് പറഞ്ഞു എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാവുന്ന്? അതെ, മുൻപൊരിക്കൽ കുറെ പെയിന്റർ ഫ്രണ്ട്സിന് സഹായിക്കാൻ ലണ്ടനിൽ ഒരു സ്മോൾ ടൈം ആർട്ട് ഗാലറി വിലയ്ക്ക് വാങ്ങിയപ്പോ രവി മാമനെ കോൺഷ്യർ ഓഫ് ആർട്സ് എന്ന് വാഴ്ത്തിയിട്ടുണ്ടെന്ന് ചില പത്രങ്ങൾ. പക്ഷേ ഇന്നിപ്പോ റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനെ കൊണ്ട് ഇങ്ങനെ എന്റെ വീട്ടിലെ അടിച്ചളിയും അടുക്കളപ്പണിയും ഒക്കെ ചെയ്യിക്കുന്നു എന്ന് പുറത്തെങ്ങാനും അറിഞ്ഞു പോയാലുണ്ടല്ലോ, തീർന്നു. എന്നെ വല്ല കലാഘാതകനൊന്നോ മറ്റോ എഴുതി തുലച്ചു കളയും പത്രങ്ങൾ. ഇനിയുണ്ടോ? പക്ഷെ ഈ പറയുന്ന സോക്കോൾ റിനോൺ ഡാൻസർ അമ്മു സ്വാമിനാഥൻ ഇഷ്ടമാണെങ്കിലോ ഈ രവി മാമന്റെ വീട്ടിലെ അടിച്ചു തെളിയും അടുക്കള വേലയൊക്കെ? രവിചയ, പ്ലീസ്, മനസ്സിലായില്ലെന്ന് ഭാവിക്കരുത്. It hurts so deep. അമ്മു, what do you mean? Yes, അമ്മു, നിനക്ക് എന്റെ ഇച്ഛായനോട് ഇഷ്ടമാണ്, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ആലീസ് ഇങ്ങനെ കളിയാക്കുമ്പോഴും അവളുടെ ഒരു കുട്ടിക്കളിന്ന് ചിരിക്കാറേ ഉള്ളൂ ഞാൻ. But now I know. ദാ ഇവിടെ ഇങ്ങനെ ആരോരും ഇല്ലാതെ വന്ന് പെട്ട് ഇത്രയുമൊക്കെ സ്നേഹം നിങ്ങൾ വാരിക്കോരി തരുമ്പോഴും ഇത്രയുമൊക്കെ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും ഏത് പെണ്ണിനും ഒരുപാട് ഇഷ്ടം തോന്നിപ്പോകുന്ന ഈ അവസ്ഥയിലും പാടില്ല എന്ന് എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ ഞാൻ. കഴിഞ്ഞില്ല. No, I am scared that I am lost in love. അമ്മോ, എനിക്കറിയാം രവിചായന്റെ പഴയ കാര്യങ്ങളൊക്കെ. പഴയതൊന്നും രവിചായൻ ഒരു കാലത്തും മറക്കാൻ പറ്റില്ല എന്നും അറിയാം. ഒരു പെണ്ണിന് ജീവിതത്തിൽ തരാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും ഒരൊറ്റ സൂസനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്നും എനിക്കറിയാം. സോറി, പഴയതോരോന്ന് ഓർമ്മിപ്പിച്ച് വെറുതെ ഹേർട്ട് ചെയ്തു ഞാൻ രവിചായന്. സാരില്ല. പ്ലീസ്, ഒരു അപേക്ഷയുണ്ട് എനിക്ക്. ഇത്തവണ ഞാനൊരു വിഡ്ഢി തീരുമാനമെടുത്തു എന്ന് കളിയാക്കരുത് രവിചായൻ. ഐ വാണ്ട് ടു ഗോ ബാക്ക്. ഇനി ഇവിടെ നിന്നാല് എനിക്കറിയില്ല, ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകും ഞാൻ നിങ്ങളെ. I can't help it. അന്ന് പറഞ്ഞിരുന്നില്ലേ ഇച്ചായൻ, എനിക്ക് എന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്ന്. ഇച്ചായൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവില്ല. Hi, Captain. Hello, Mr. Nair. Hello. Oh God, he's Yeah, he's coming. Hi, Ravi. Hi, Captain Qadir. How are you? Fine, thank you. Now come, sir. We're already late. Ipo തന്നെ take off ചെയ്തില്ലെങ്കിൽ we'll upset all our schedules. ആലിസ് എവിടെ? അതെ മേജർ, ദേ ഇവിടെ ഒരുത്തി മോന്തേക്ക് ഇങ്ങനെ കെട്ടി വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ദേ
വഴിയിലെങ്ങാനും മൂങ്ങയാണ്ടല്ലോ മോളിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇട്ടോണം ഈ സാധനത്തിന്. പോടാ, നീ ഇങ്ങനെ ചുമ്മാ സെന്റിമെന്റ്സ് പറഞ്ഞാലൊന്നും കരയാൻ പോലുള്ള എന്റെ പെങ്ങളെ. ഷീ ഈസ് വെരി സ്ട്രോങ്. ലേഡി, നീ ഇവിടെ കൊണ്ട് പ്ലെയിൻ എടുത്ത് വാ. അല്ല, ഇവിടെ ഒരാൾ ഇങ്ങനെ കൂനി പിടിച്ച് തനിച്ചു മാറി നിപ്പുണ്ടല്ലേ, ഇപ്പൊ മറന്നേനെ. സോ സ്റ്റിൽ കൺഫ്യൂസ്ഡ് അല്ലേ? അതെ, ഞാൻ ഈ യാത്രയും തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ല, പറന്നു കളയും ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞില്ലേ? യു ക്യാൻ ഡു ഇറ്റ്. തിരിച്ചു പോകാൻ നിനക്ക്. പക്ഷേ എത്രയൊക്കെ ദൂരേക്ക് പറഞ്ഞാലും വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരേണ്ടി വരുന്നുണ്ട്. റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനായിട്ടല്ല, എന്റെ അടുക്കളക്കാരിയായിട്ട്, എന്റെ അടിച്ചലിക്കാരിയായിട്ട്. എന്താ വിരോധം ഉണ്ടാ മോന്? ഏയ്, ഐ മീൻ ഇറ്റ്. ബൈ. Kiran, Okay, take it. Bye, Major. bye. See you. Yeah. Here we installed the cooling plant. And this? next to that, the control. എക്സ്ക്യൂസ് മീ സർ, ചന്ദ്രേട്ടനാണ്, അർജന്റ് ആണെന്ന് പറഞ്ഞു. Okay. One moment. എന്താ ചേട്ടാ ഇത് പറ്റി? ആ കിരൺ, ദിസ് ആൻ എമർജൻസി. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം. ലുക്ക് ചന്ദ്രേട്ടാ, ഞാനിവിടെ. നോ കിരൺ, നോ എക്സ്ക്യൂസസ് പ്ലീസ്. ഇത് അമ്മുവിന്റെ ഒരു പ്രശ്നമാണ്. ഷീസ് ഇൻ ബിഗ് ട്രബിൾ. ചന്ദ്രേട്ടാ, അമ്മു. നീ ഇപ്പൊ തന്നെ ഓഫീസിലെത്തണം. ഐ വിൽ ബി ദേർ. ഓക്കെ, ഞാൻ വരാം. ദാ, ടേക്ക് എ ലുക്ക്. ചെക്കിടപാടിൽ കബളിപ്പിച്ചു എന്ന് കള്ളത്തെളിവുണ്ടാക്കി അമ്മുവിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു ആ വിക്ടറിന്റെ കിഷൻപട്ടയുടെ ആൾക്കാര്. പോലീസിൽ അവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഡോക്യുമെന്റ്സിന്റെ കോപ്പികളാണ് ഇതില്. ഫ്രം എ റിലയബിൾ സോഴ്സ്. But how this possible, ചന്ദ്രേട്ടാ? അമ്മു ആർക്ക് എന്തിന് ചെക്ക് എഴുതി കൊടുത്തു ഇമാരി പറയുന്നത്? This can't be. നോ കിരൺ, അമ്മു ഇസ് റെസ്പോൺസിബിൾ. But how? പാവം സ്വാമിനാഥൻ സാർ അവസാന കാലത്തെ ഗതികേടിൽ വിക്ടറിന്റെ ഇടപാടില് കണ്ണീ കണ്ടവരോടൊക്കെ പണം പലിശയ്ക്ക് കടം വാങ്ങിച്ചു. ഈടായിട്ട് ഭാര്യയുടെ മകളുടെ പേരിലുള്ള ചെക്ക് തന്നെ വേണമെന്ന് ചിലരെങ്കിലും നിർബന്ധിച്ച് കാണും. നിക്കക്കള്ളി ഇല്ലാതെ സാർ അതിന് സമ്മതിച്ചും കാണും. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ ഇവന്മാരി ചെയ്യുന്ന ഒന്നും അമ്മൂനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല കിരൺ. ഒക്കെ രവിയോടാ. രവിയോടുള്ള കണക്ക് തീർക്കവന്മാരെ. ആ ബട്ടയും വിക്ടറും ബാസ്റ്റാർഡ്സ്. അന്നേ ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ രവിയോട്, യുവന്മാരുടെ അനാവശ്യമായിട്ടുള്ള ശത്രുത ഒന്നും വേണ്ടാന്ന്. ആര് കേൾക്കാൻ? ദാ കണ്ടില്ലേ, ഇവിടെ ഷാർജയിലും അബുദാബിയിലായിട്ട് 3 കേസുകൾ അവർ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോ പറഞ്ഞില്ലേ കിരൺ, ഇനിയിപ്പോ ഏത് നിമിഷവും അമ്മൂനെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ കയറി വരാം. ഇതിപ്പോ വല്ലാത്തൊരു ട്രാപ്പിലായി പോയല്ലോ നമ്മള്. കിരൺ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അമ്മൂനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നമുക്ക് മാറ്റണം. തൽക്കാലം പോലീസിന് എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ഫ്ലൈറ്റിൽ നിന്ന് അവസാനമായിട്ട് ഫോണിൽ കിട്ടിയപ്പോൾ രവി പറഞ്ഞു അത് തന്നെയാ. പെട്ടെന്ന് റെഡിയാകാൻ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ടുണ്ട്. സേഫായിട്ടൊരു സ്ഥലവും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പം കൂടാതെ ബോർഡർ കിടക്കാനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. യു ഹാവ് ടു ഗോ വിത്ത് അമ്മു. കൂടെ യൂസഫും വരും.